ദൂരത്തും ചാരത്തും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഈ വഴിധാരയിലുമായിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ദേശത്തിലെ ബഹുമാനരും സ്നേഹ സംബന്ധരുമായ എല്ലാ ദേശനിവാസികളെയും, എല്ലാ മാതാപിതാക്കന്മാരെയും, സഹോദരി സഹോദരന്മാരെയും, കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും ലഹരിയുടെ ഉപയോഗവും എത്ര ഭീകരമാണ് എന്ന് ഒരു മുഖപര പ്രസംഗത്തിന്റെ ആവശ്യകതയെന്നില്ല. കാരണം നിങ്ങൾ പത്രങ്ങളും ടിവിയിൽ കൂടി വാർത്തകൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന സാമൂഹിക തിന്മയ്ക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഞങ്ങളാലാകുവോളം ദേശത്തിന്റെ പല കോണുകളിലും കടന്നു ചെന്ന് ആത്മാർത്ഥതയോടെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരി എന്ന വിപത്തിനെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആരോഗ്യ മേഖലയിലുള്ള ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവർ, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രമുഖർ, മതപരമായ രാഷ്ട്രീയപരമായ എല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കിയാണ് ഞങ്ങളുടെ സുവിശേഷ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. അടൂരിന്റെ വിവിധ സ്ഥലങ്ങളിലായി ഇന്ന് പ്രഭാത സമയം തുടക്കം കുറിച്ച ഈ യാത്ര ഈ മനോഹര ദേശത്ത് കടന്നു വന്നായിരിക്കുകയാണ്. തിരക്കേറിയ നിങ്ങളുടെ ജീവിതത്തിന്റെ ചില വിലപ്പെട്ട മിനിറ്റുകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ചോദിക്കുകയാണ്. സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ മതത്തിന്റെ സന്ദേശം, മതപ്രസംഗം എന്ന് പറഞ്ഞ് പല ആൾക്കാർ മാറ്റി നിർത്താറുണ്ട്. എന്നാൽ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ സന്തോഷ വാർത്ത എന്നാണ്. ബഹുമാനരായ നാട്ടുകാരെ, നിരവധി വാർത്തകൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ് ഞാനും നിങ്ങളും. ദൈനംദിനം പത്രമാധ്യമത്തിൽ കൂടി, TV മാധ്യമത്തിൽ കൂടി, ദൃശ്യശ്രവണ മാധ്യമത്തിൽ കൂടി എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. നാം കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമാകുന്ന വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂക്കത്ത് കൈവച്ചു ഈശ്വര, ഇത് കേരളത്തിൽ തന്നെയാണോ സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഭയത്തോടെ ആയിരിക്കുമ്പോൾ ഈ വൈകിയ സമയത്ത് ഒരു സദ്വർത്തമാനം, സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് സുവിശേഷം എന്നുള്ളത്. എന്താണ് സുവിശേഷം നമ്മോട് അറിയിക്കുന്ന സദ്വർത്തമാനം? പലപ്പോഴും പല ദേശത്ത് കടന്നു പോകുമ്പോൾ പല മാതാക്കന്മാരും നിരാശയോടെ കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, മക്കളെ, വൈകുന്നേരം ആകുമ്പോൾ ഹൃദയത്തിനകത്തൊരു ഭയമാണ്. ജോലി കഴിഞ്ഞ് എന്റെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ, എന്റെ മകൻ മടങ്ങി വരുമ്പോൾ എനിക്ക് ഭയമാണ്, നെഞ്ചിന്റെ അകത്ത് ടെൻഷനാണ്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവർ തമ്മിൽ വഴക്കാവും. കഴിഞ്ഞ ദിവസം അടികൾ വരെയായി സമാധാനമായി ചോറ് കഴിക്കുവാൻ കഴിയുന്നില്ല. ഇനി എന്താണ് പ്രശ്നമെന്നറിയാതെ ഭയത്തോടെ പേടിയോടെ കഴിയുന്ന ഒത്തിരി മാതാവിന്റെ അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ, എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഞാനിങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു മാതാവ് റോഡിൽ കൂടി കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ കരയുന്നേ? അപ്പോൾ ഏകദേശം 8:30 മണിയായിരിക്കുകയാണ്. ആ മാതാവ് പറഞ്ഞു, എന്റെ ഭർത്താവ് മദ്യപാനിയാണ്. കഴിഞ്ഞ ദിവസം പകൽ ജോലിക്ക് വേണ്ടി കടന്നുപോയി അദ്ദേഹം ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. പിറ്റേ ദിവസമായി ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അദ്ദേഹം മദ്യപിച്ചാൽ വഴക്കുണ്ടാകും. ഇനി ഈ വഴക്ക് കൂടി ആരെങ്കിലും തല്ലി എവിടെയെങ്കിലും കിടക്കുകയാണോ, പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഒന്നും അറിയാതെ തന്റെ പ്രിയതമനായ ഭർത്താവിനെ അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് മാതാവ് റോഡെ പോവുകയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ചില ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ അടുത്ത് നിലമേൽ എന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ജോലി സംബന്ധമായി അവിടെ ആയിരിക്കുമ്പോൾ ഒരു പിതാവ് വളരെ കരഞ്ഞുകൊണ്ട് 1:30 സമയത്ത് വളരെ വേഗത്തിൽ അടുത്തുള്ള റബ്ബർ കാടിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, പിതാവ് എങ്ങോട്ടായി കരഞ്ഞുകൊണ്ട് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഉച്ചയ്ക്ക് ഉണ്ണുവാൻ വേണ്ടി വീട്ടിൽ വരുമ്പോൾ മദ്യപിച്ച് വീട്ടിൽ കടന്നു വരും. ആ മകന്റെ മുൻപാകെ ഇരിക്കുകയാണ് എങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്റെ കർണത്തടിക്കുവാനിടയായി തീരും. അതുകൊണ്ട് മകന്റെ അടി ഭയന്ന് ആ പിതാവ്, ആ ജനിപ്പിച്ച പിതാവ് വളരെ വേഗത്തിൽ അടുത്തുള്ള റബ്ബർ കാട്ടിലേക്ക് ഓടുന്ന ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് അമേരിക്കയിലോ ആഫ്രിക്കയിലോ നടന്ന സംഭവമല്ല. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് മലയാളി അഭിമാനത്തോടെ പറഞ്ഞ കൊച്ചു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, പദവിയില്ലാത്തത് കൊണ്ടല്ല, പഠിപ്പില്ലാത്തത് കൊണ്ടല്ല, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ജനിപ്പിച്ച അപ്പനെയും അമ്മയെയും കൂടപ്പിറപ്പിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത അധപ്പതനത്തിലേക്ക് വഴുതി വീണുപോയ മനുഷ്യകുലത്തിന്റെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാമകരമായുള്ള സങ്കല്പ ജീവിതം പൂർത്തിയാക്കുവാൻ വേണ്ടി
ആഹാരത്തിന് വിഷം കലർത്തി കൊടുക്കുന്ന ഭാര്യമാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. കളിതിരി മാറാത്ത പിഞ്ചോമന കുഞ്ഞിനെ കാലി പിടിച്ച് നിലത്തടിച്ചു കൊല്ലുന്ന നരഭോജികളായ പിതാക്കന്മാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. കൂടപ്പിറപ്പിനെ കിടപ്പ് മുറിക്കകത്ത് വേശ്യയ്ക്ക് തുല്യം കാണുന്ന യൗവനക്കാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇപ്രകാരമെല്ലാം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ മതങ്ങൾക്കോ മതസംഘടനകൾക്കോ സാമുദായിക സംഘടനകൾക്കോ മനുഷ്യരെ മാറ്റം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള യൗവനക്കാരായ ഞങ്ങളുടെ പ്രസംഗങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് ആ പ്രസക്തി? ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വീടിനും വീട്ടുകാർക്കും വേണ്ടാതെ ജീവിച്ച വ്യക്തികളായിരുന്നു ഞാനും ഞങ്ങളിൽ പലരും. മദ്യപിച്ച് വീട്ടിൽ വരുന്ന ഞങ്ങളെ നോക്കി മാറത്തടിച്ചു കരയുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. വീട്ടിൽ ഇറക്കി വിടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആത്മഹത്യ ചെയ്തു കളയാമെന്ന് ചിന്തിച്ച് മരിക്കുവാൻ വേണ്ടി ശ്രമിച്ച ഞങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, മറ്റുള്ളവരെ മാറോട് ചേർക്കാൻ പഠിപ്പിച്ച, ജനിപ്പിച്ച അപ്പനെ നോക്കി അപ്പാ പിതാവേ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പഠിപ്പിച്ച, നല്ലൊരു ഓണം വരുമ്പോൾ നല്ലൊരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അപ്പന്റെ കൂടെ അമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ ലാളിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് മാറ്റം വരുത്തിയ ഒരു സുവിശേഷം, ഒരു സത്യം, ഒരു സത്യ സന്ദേശം ഉലകത്തിലുണ്ട് എങ്കിൽ ഇന്ന് പകൽ പരസ്യമായി ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷ സന്ദേശം മാത്രമാണ്. അതുകൊണ്ട് ഏറെ ധൈര്യത്തോടെ അഭിമാനത്തോടെ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മകന്റെ മദ്യപാനം കൊണ്ട്, ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് സാമ്പത്തികമായി തകരപ്പെട്ട അവസ്ഥയിൽ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. സ്വപ്നം കണ്ടുകൊണ്ട് വിവാഹ ജീവിതം ആരംഭിച്ചു, പക്ഷേ ചില്ലുകൊട്ടാരം പോലെ തകർന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന മാതാവേ, സ്നേഹിത, സഹോദരി, ഭാരപ്പെടേണ്ട. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ ഇന്ന് ഈ മരിക്കേണ്ട സ്ഥാനത്ത് 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ ഗോൽഗോത്ത മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഒരുവൻ പരമയാഗമായി തീരുവാനിടയായി തീർന്നു. ഇന്ന് മനുഷ്യന്റെ മോചനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പല ആൾക്കാരും നരബലികൾ ചെയ്യാറുണ്ട്. ഒന്നും അറിയാത്ത മനുഷ്യരെ ബലി ചെയ്യാറുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ബലി കൊടുക്കാറുണ്ട്. എന്നാൽ മാനവകുലത്തിന്റെ പാപത്തിന് മോചനത്തിന് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുൻപ് ഒരുവൻ പരമയാഗമായി തീരുവാനിടയായി തീർന്നു. ആ യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ ശാപത്തിന് വേണ്ടിയാണ്, എന്റെ ജന്മകർമ്മ പാപത്തിന് വേണ്ടിയാണ്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, അതരം കൊണ്ട് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ സൗജന്യമാണ്. ഇതാണ് സുവിശേഷം. ഇത് മതത്തിന്റെ സന്ദേശമല്ല, രക്ഷയിലേക്കുള്ള മാർഗമാണ്. സ്നേഹിത, ഒരുപക്ഷെ ഇതുവരെ താങ്കൾ ഇത് അറിയാത്തൊരു വ്യക്തിയാണ് എങ്കിൽ ഇന്ന് നമ്മൾ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല ഒരു ഭർത്താവായി ജീവിക്കുക, നല്ല ഒരു ഭാര്യയായി ജീവിക്കുക, ഇല്ല നല്ല ഒരു മകനായി, നല്ല ഒരു മകളായി, നല്ല ഒരു സഹോദരനായി ജീവിക്കുവാൻ ഇന്ന് പകൽ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷെ ചിരിച്ചുകൊണ്ട് പൗഡറിട്ട് പൊട്ടുകുത്തി, ഒരുപക്ഷെ കാണുവാൻ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മനോഹരമാകുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ മറന്നു പോകരുത്, മരണമെന്നൊരു സത്യമുണ്ട്. മാറ്റി നിർത്തിയാലും മാറി നിൽക്കാതെ നമ്മെ തേടി വരുന്ന ഒരു അതിഥിയാണ് മരണം. സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ആരും ക്ഷണിക്കാതെ മരണം നമ്മെ തേടി വരും. മരണത്തിന് മുൻപാകെ ജാതി പ്രശ്നമല്ല, സാമുദായിക സംഘടന പ്രശ്നമല്ല, നിറമൊരു പ്രശ്നമല്ല. ജാതി ഏതായാലും നിറമേതായാലും വർഗവർണ്ണം വ്യത്യാസം കൂടാതെ നമ്മെ തേടി വരുന്ന ഒരു അതിഥിയാണ് മരണം. മരണത്തിന്റെ മുൻപാകെ സകല വ്യക്തികളും മുട്ടുകുത്തിയേ മതിയാകത്തുള്ളൂ. ചില വർഷങ്ങൾക്ക് പുറകിലായി കൊറോണ എന്ന ചെറിയൊരു വൈറസ് ഈ ലോകത്തിന്റെ നാനാഭാഗത്തും കയറഴിഞ്ഞു പോയ കുതിരയെ പോലെ നെട്ടോട്ടം ഓടുവാനിടയായി തീർന്നു. ആ കൊറോണ എന്ന ചെറിയൊരു വൈറസിന് മുൻപാകെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുവാനിടയായി തീർന്നു. എന്തേ ഇവരെല്ലാം മരിച്ചുപോയത്? ഇവരെല്ലാം സാധാരണപ്പെട്ടവരായതുകൊണ്ടാണോ? കൂലി വേലക്കാരായതുകൊണ്ടാണോ? പണമില്ലാത്തത് കൊണ്ടാണോ? സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണോ? അല്ലേ അല്ല. നല്ല നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടും, ബഹുദയ കെട്ടിടം ഉണ്ടായിട്ടും, ആഡംബര വാഹനം ഉണ്ടായിട്ടും, നല്ല മസിൽ പവർ ഉണ്ടായിട്ടും, നല്ല 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 രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിട്ടും മരണമെന്ന സത്യം മാടി വിളിച്ചപ്പോൾ അവർ നേടിയതെല്ലാം വിട്ടേച്ച് മരണത്തിന്റെ മുൻപാകെ മുട്ടുകുത്തുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദേശവാസികളെ, അങ്ങനെയെങ്കിൽ തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഒരു മനുഷ്യൻ, ധനവാനായ ഒരു മനുഷ്യൻ, അവൻ ഒത്തിരി വിത്തുകൾ വിതറുവാൻ
കൊയ്യുവാനിടയായി തീർന്നു, കൃഷി ചെയ്യുവാനിടയായി തീർന്നു. പതിവിൽ കവിഞ്ഞ വിളവ് ലഭിച്ചപ്പോൾ അവൻ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ എന്റെ കളപ്പുരകൾ പൊളിച്ച് പണിയും, അതിന്റെ അകത്ത് എന്റെ ധനമെല്ലാം ശേഖരിച്ചു വയ്ക്കും, ഞാൻ കാലാകാലം തിന്നും കുടിക്കും ജീവിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അന്ന് രാത്രി അവനെ പടച്ചവൻ പ്രാണൻ നൽകിയവൻ ജീവൻ നൽകിയ അവന്റെ ജീവനാഥൻ ചോദിച്ചു, അല്ലയോ മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ ചോദിച്ച നീ നേടിയതല്ല ആര് അനുഭവിക്കും? ഈ ചോദ്യം ഇന്ന് പകൽ ഈ കവലയിൽ ഞങ്ങളും ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാണൻ നൽകിയ പ്രാണനാഥൻ നിന്റെ പ്രാണനെ ചോദിച്ച നീ നേടിയതല്ല ആര് അനുഭവിക്കും? മരണം കൊണ്ട് തീരുന്നില്ല സുഹൃത്തെ, മരണത്തിനപ്പുറവും നമുക്കൊരു ജീവിതമുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മരണത്തിനപ്പുറവും നമുക്കൊരു ജീവിതമുണ്ട്. നിത്യമാകുന്ന സ്വർഗമുണ്ട്, നിത്യമാകുന്ന നരകമുണ്ട്. മരിച്ചുപോയതിനു ശേഷം മരിച്ചവന്റെ ആത്മാവിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ ഒന്നും തന്നെ മരിച്ചവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി ആർക്കും ചെയ്യുവാൻ സാധ്യമല്ല. ഒരുവൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായാലും തീയതായാലും തക്കതായ ഒരു പ്രതിഫലം അവനെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുവരെ താങ്കൾ തകർന്നൊരു വ്യക്തിയായിരിക്കാം, താങ്കൾ പാപമംഗലമാകുന്ന ജീവിതം നയിച്ചൊരു വ്യക്തിയായിരിക്കാം, ഇതുവരെ നല്ലൊരു ഭർത്താവായി ജീവിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരിക്കാം, നല്ല ഒരു ഭാര്യയായി ജീവിക്കുവാൻ കഴിയാത്ത വ്യക്തിയായിരിക്കാം. ഈ വൈകിയ സമയം സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. യേശു മരിച്ചത് നിന്റെ പാപത്തിന് വേണ്ടിയാണ്, യേശു മരിച്ചത് നിന്റെ ശാപത്തിന് വേണ്ടിയാണ്, യേശു മരിച്ചത് നിന്റെ രോഗത്തിന് വേണ്ടിയാണ്. ഈ രക്ഷയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട, സമയം ചിലവഴിക്കേണ്ട, യാത്രകൾ ചെയ്യേണ്ട, നീ ഒരു വിലയും കൊടുക്കേണ്ട. ആ ഇരിക്കുന്ന സ്ഥലത്ത് യേശുവെ ഞാനൊരു പാപിയാണ്, എന്റെ ജന്മകർമ്മ പാപത്തിന് വേണ്ടി നീ മരിച്ചു, ആ രക്ഷ എനിക്കും ആവശ്യമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുവാൻ തയ്യാറായ ഈ രക്ഷ നിങ്ങൾക്ക് സൗജന്യമാണ്. എന്തുകൊണ്ട് കവലകത്തോടും അഭിമാനത്തോടെ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു? ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അവൻ ഈ ലോകത്തിൽ വന്നു ജനിച്ചു ജീവിച്ചു മരിച്ചു, പക്ഷേ മരണം കൊണ്ട് അവൻ അവസാനിച്ചില്ല. മൂന്നാം നാൾ മരണത്തെ ഭേദിച്ചുകൊണ്ട് കല്ലറയെ തകർത്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ നോക്കി നിന്ന ഗലീല പുരുഷന്മാരോട് ഇപ്രകാരം ദൂതന്മാർ പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ സ്നേഹിത, ആ യേശുവിന്റെ വരവെങ്കിൽ ആ എടുക്കപ്പെടുവാൻ അവന്റെ വരവെങ്കിൽ ആ നിത്യമാകുന്ന രക്ഷ കരസ്ഥമാക്കുവാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പാപമംഗലമാകുന്ന അവസ്ഥയിൽ, നിരാശയുടെ അവസ്ഥയിൽ, തകർന്ന അവസ്ഥയിൽ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു.